തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസിന് സർപ്രൈസ് സ്ഥാനാർത്ഥി. കെപിസിസി വൈസ് പ്രസിഡന്റ് എം ലിജു തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചേക്കും. വിജയസാധ്യത പരിഗണിച്ചാണ് തീരുമാനം. അതേസമയം തൃത്താലയിൽ കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. VT ബൽറാം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് തൃപ്പൂണിത്തുറ MLA കെ ബാബു പ്രഖ്യാപിച്ചതോടെയാണ് മണ്ഡലത്തിൽ കോൺഗ്രസ് നേതൃത്വം പുതിയ ആളെ തേടുന്നത്. സിറ്റിംഗ് സീറ്റ് നഷ്ടമാകാതിരിക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥി തന്നെ വേണം എന്നതാണ് KPCCയുടെയും നിലപാട്. അജയ് തറയിൽ, തമ്പി സുബ്രഹ്മണ്യം, M ലിജു, ദീപക് ജോയി, രാജു P നായർ തുടങ്ങിയ പേരുകളാണ് പരിഗണനയിൽ. ഇതിൽ പ്രഥമ പരിഗണന M ലിജുവിനാണ്. കെ ബാബുവും ലിജുവിന്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ലിജുവിലൂടെ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നാണ് ബാബുവിന്റെ കണക്കുകൂട്ടൽ. തുടർച്ചയായി 7 തവണ മത്സരിച്ച ബാബു 2016 ഒഴികെ 6 തവണയും മണ്ഡലത്തിൽ വിജയം നേടിയിരുന്നു. ബാബുവിന്റെ പിന്മാറ്റം തൃപ്പൂണിത്തുറയിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ കെ ബാബു കൂടി നിർദ്ദേശിച്ച M ലിജുവിനെ തന്നെയാകും നറുക്കു വീഴുകയെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃത്താലയിൽ VT ബൽറാമിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ട്. ബൽറാം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് തൃത്താലയിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പ്രത്യേക ഗ്രൂപ്പ് യോഗം ചേർന്നു. കെ കരുണാകരൻ ഫൗണ്ടേഷന്റെ പേരിലാണ് പുതിയ ഗ്രൂപ്പ് രൂപീകരണം നടന്നത്. യോഗത്തിൽ പാലക്കാട് DCC ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ 30-ലധികം നേതാക്കൾ പങ്കെടുത്തു. പാർട്ടി പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാത്ത ബൽറാമിന്റെ ഏകാധിപത്യ രീതി അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഗ്രൂപ്പ് യോഗത്തിൽ ഉയർന്ന വിമർശനം. കോൺഗ്രസിനുള്ളിലെ ഈ തർക്കം തൃത്താലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ച VT ബൽറാമിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃത്താലയിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കമായിരുന്നു ബൽറാമിന്റെ തോൽവിക്ക് വഴിയൊരുക്കിയത്. 3016 വോട്ടിന് ബൽറാമിനെ തോപ്പിച്ചാണ് അന്ന് MP രാജേഷ് തൃത്താലയിൽ നിന്ന് വിജയിച്ചു കയറിയത്. പാലക്കാട് ബ്യൂറോയ്ക്കൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം, കൊച്ചി.